തിരുവേഗപ്പുറ പൈലിപ്പുറത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 8 വയസ്സുകാരനു വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതം. ഫയർഫോഴ്സിന്റെയും മുങ്ങൽ വിദഗ്ധന്മാരുടെയും നേതൃത്വത്തിലുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത്. പൈലിപ്പുറം കാളിയാർവട്ടം കടവിൽ മാതാവിനൊപ്പം പുഴയിലിറങ്ങിയ കൊടുമുണ്ട മൂർക്കാംകുഴി അബ്ദുൽ ഹക്കീമിന്റെ മകൻ സയദാണ് ഒഴുക്കിൽപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയായിരുന്നു സംഭവം. ഒഴുക്കിൽപ്പെട്ട സഹോദരനെ രക്ഷിക്കാൻ ശ്രമിച്ച ജ്യേഷ്ഠൻ സഹലും ഒഴുക്കിൽപ്പെട്ടിരുന്നെങ്കിലും നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു. പൈലിപ്പുറത്തെ ഉമ്മയുടെ വീട്ടിലേക്ക് വിരുന്നു വന്നതായിരുന്നു സഹോദരങ്ങൾ. ബുധനാഴ്ച വൈകിട്ട് ഉമ്മയ്ക്കും വല്യമ്മയ്ക്കുമൊപ്പം പുഴക്കടവിൽ കളിച്ചുകൊണ്ടിരിക്കെ ഇറങ്ങിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. കളിക്കുന്നതിനിടെ സഹദ് ഒഴുക്കിൽപ്പെട്ടിരുന്നു. സഹദിനെ രക്ഷിക്കാൻ ജ്യേഷ്ഠൻ സഹൽ ശ്രമിച്ചെങ്കിലും സഹലും ഒഴുക്കിൽപ്പെട്ടു. ഇതോടെ കടവിലുണ്ടായിരുന്നവർ ബഹളം വയ്ക്കുകയും ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് സഹലിനെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തുകയുമായിരുന്നു. എന്നാൽ സഹദ് അപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് പോയിരുന്നു. പട്ടാമ്പിയിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും പൈലിപ്പുറത്തെ മുങ്ങൽ വിദഗ്ധരും പോലീസും ചേർന്ന് ബുധനാഴ്ച രാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ തിരച്ചിൽ തുടരുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഇങ്ങോട്ട് വിരുന്ന് വന്ന കുട്ടികളാണ്. ഇവിടുന്ന് കല്യാണം കഴിച്ചു കൊണ്ടുപോയ മുർഷിദ എന്ന് പറഞ്ഞ ഒരു കുട്ടി കൊടുമുണ്ടക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നു. അവർ വീട്ടിക്ക് ഓണ വെക്കേഷന് അവധിക്ക് വന്നതായിരുന്നു. ഇന്നലെ സാധാരണ അവർ വന്നപ്പോഴേക്ക് കാണാനൊക്കെ വരാറുണ്ട്. ഇന്നലെ ഒന്നിച്ച് വന്നിരുന്നു. അപ്പോൾ കുട്ടികൾ കളിക്കുന്നതിന്റെ ഇടയിലാണ് ഈ കുട്ടി പുഴയ്ക്ക് വെള്ളത്തേക്ക് പോയത്. അത് കണ്ട് ജ്യേഷ്ഠ സഹോദരൻ പിടിക്കാൻ ചെന്നു. അവർ രണ്ടാൾ കൂടി മുങ്ങി. അങ്ങനെ വലിയ കുട്ടിയെ ഇവിടെ ഇവര് കരച്ചിലൊക്കെ കേട്ടപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഹക്കീമും മഷൂദാറിന് 2 കൂട്ടുകാർ വന്നു. അവര് ഒരാളെ രക്ഷപ്പെടുത്തി. അപ്പൊ അവര് വന്നപ്പോൾ മറ്റേ കുട്ടിനെ കണ്ടിട്ടില്ല. അപ്പത്തിന് ആ കുട്ടി താന്നു. പിന്നെ അപ്പത്തിന് തന്നെ നാട്ടിൽ പുറത്ത് വിവരം അറിഞ്ഞ് നാട്ടിലെ ആളുകളെല്ലാവരും ഇവിടുത്തെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് പരമാവധി ഇന്നലെ തന്നെ തെരഞ്ഞു. അപ്പൊ ഒന്നും കണ്ടു കിട്ടിയില്ല. പിന്നെ ഫയറിനെ അറിയിച്ചു. ഫയറിൽ വന്നു, പോലീസ് വന്നു. എന്നാലും രാത്രി വൈകിട്ട് ഒരു 9:15 വരെ തെരഞ്ഞിട്ട് ഇന്നലെ കിട്ടിയില്ല. ഇന്നത്തെ തെരച്ചിൽ ഇന്നലെ നിർത്തിവെച്ചു. ഇന്ന് രാവിലെ ഫയർ ടീം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കൂബ ടീമുണ്ട്. മറ്റു നാട്ടിലെ മുങ്ങൽ വിദഗ്ധരൊക്കെ ഉണ്ട്. ഇപ്പൊ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജനപ്രതിനിധികളും ഒപ്പം പോലീസും സ്ഥലത്തുണ്ട്. ന്യൂസ് ഡെസ്ക് 3 Max Live.